എല്ലാവർക്കും ന്യൂസ് ഫസ്റ്റ് മലയാളത്തിന്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ക്രിക്കറ്റ് ലോകത്തെ ഏറ്റവും പുതിയ വാർത്തകൾ ആദ്യമേ അറിയാൻ ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക. ഇന്നലെ ചെന്നൈയിലെ എം.എ. ചിദംബരം സ്റ്റേഡിയത്തിൽ തളം കെട്ടിനിൽക്കുന്ന ഭയാനകമായ നിശബ്ദത മുംബൈ ഇന്ത്യൻസ് എന്ന സാമ്രാജ്യത്തിന്റെ അസ്തിത്വത്തെ തന്നെ വേരോടെ പിടിച്ചു കുലുക്കിയിരിക്കുകയാണ്. ഒരിക്കൽ ഈ ലീഗിലെ ഏറ്റവും അപകടകാരികളും അജേയരുമായ നിരയായി വാഴ്ത്തപ്പെട്ടിരുന്ന മുംബൈ ഇന്ത്യൻസ് ഇന്ന് ചെന്നൈ സൂപ്പർ കിങ്സിന് മുന്നിൽ ദയനീയമായി മുട്ടുകുത്തിയപ്പോൾ തകർന്നു വീണത് ലക്ഷക്കണക്കിന് ആരാധകരുടെ ഹൃദയങ്ങൾ മാത്രമല്ല, മറിച്ച് ടീമിന്റെ മുൻ നായകനും ഇതിഹാസ താരവുമായ രോഹിത് ശർമ്മയുടെ ക്ഷമയുടെ അവസാനത്തെ കോട്ട കൂടിയാണ്. ഇന്ന് തങ്ങളുടെ 9ാം മത്സരത്തിൽ മുംബൈ ഇന്ത്യൻസ് IPL 2026 തങ്ങളുടെ 7ാമത്തെ നാണം കെട്ട തോൽവിയാണ് ഏറ്റുവാങ്ങിയിരിക്കുന്നത്. ഈ ദാരുണമായ തോൽവിയോടെ മുംബൈ ഇന്ത്യൻസ് ടൂർണമെന്റിൽ നിന്ന് ഔദ്യോഗികമായി പുറത്തായിരിക്കുകയാണ്. മത്സരം അവസാനിച്ചതിനു ശേഷം ഡ്രസ്സിംഗ് റൂമിന് പുറത്തെ കാഴ്ചകൾ മാത്രം മതിയായിരുന്നു രോഹിത് ശർമ്മയുടെ ഉള്ളിലെ അഗ്നിപർവ്വതം എത്രത്തോളം തിളച്ചു മറിയുന്നുണ്ടെന്ന് മനസ്സിലാക്കാൻ. എപ്പോഴും പുഞ്ചിരിയോടെ മാത്രം നമ്മൾ കണ്ടിട്ടുള്ള ആ മനുഷ്യന്റെ മാനേജ്മെന്റ് മുതൽ ക്യാപ്റ്റൻ ഹർദിക് പാണ്ഡ്യ വരെയുള്ള എല്ലാവരെയും വിയർപ്പിച്ച് രൗദ്രരൂപമാണ് ഇന്ന് ലോകം കണ്ടത്. തോൽവിക്ക് ശേഷമുള്ള തന്റെ നിശബ്ദത വെടിഞ്ഞുകൊണ്ട് മുംബൈയുടെ ഈ പതനത്തിന്റെ കൈപ്പേറിയ സത്യങ്ങൾ രോഹിത് തുറന്നടിച്ചു. ഹാർദിക് പാണ്ഡ്യയുടെ ക്യാപ്റ്റൻസിയുടെയും ടീമിന്റെ ദിശാബോധമില്ലാത്ത നേതൃത്വത്തിന്റെയും മുഖത്തേറ്റ കനത്ത പ്രഹരം തന്നെയായിരുന്നു അത്. ചെന്നൈയിലെ ചരിത്രപ്രസിദ്ധമായ ചെപ്പോക്ക് സ്റ്റേഡിയത്തിൽ ആതിഥേയരായ സൂപ്പർ കിങ്സിനെതിരെ മുംബൈ ഇന്ത്യൻസിന്റെ ദയനീയ പരാജയം പൂർണ്ണമായപ്പോൾ അവിടെ പരന്ന കനത്ത നിശബ്ദത മുംബൈയുടെ ആത്മാവിനെ മുറിവേൽപ്പിക്കുന്നതും അവരുടെ പ്രതാപത്തെ മണ്ണിലിട്ട് ചവിട്ടിയരയ്ക്കുന്നതുമായിരുന്നു. വെറും 159 റൺസ് എന്ന നിസ്സാര സ്കോർ പ്രതിരോധിക്കുകയെന്നത് പോയിട്ട് മുംബൈയുടെ പേരുകേട്ട ബൌളർമാർക്ക് ചെന്നൈയുടെ ബാറ്റ്സ്മാൻമാരെ ഒന്നും വിറപ്പിക്കാൻ പോലും കഴിഞ്ഞില്ല. മത്സരം കഴിഞ്ഞ് ഹിറ്റ്മാൻ രോഹിത് ശർമ്മ മാധ്യമങ്ങളുടെ ക്യാമറകൾക്കും സഹതാരങ്ങൾക്കും മുന്നിലെത്തിയപ്പോൾ അദ്ദേഹത്തിന്റെ മുഖത്തെ കാഠിന്യവും കണ്ണുകളിലെ തീക്ഷ്ണതയും ഒരു കാര്യം വ്യക്തമാക്കുന്നുണ്ടായിരുന്നു: ക്യാപ്റ്റൻ ഹർദിക് പാണ്ഡ്യയുടെ ഒരു വിധത്തിലുള്ള ന്യായീകരണങ്ങളോ തന്ത്രപരമായ വീഴ്ചകളോ ക്ഷമിക്കാൻ അദ്ദേഹം ഇന്ന് തയ്യാറല്ല. വളരെ ആക്രമണാത്മകവും പരുഷവുമായ സ്വരത്തിൽ ആഞ്ഞടിച്ചുകൊണ്ട് രോഹിത് വ്യക്തമാക്കി, IPL പോലൊരു ഉന്നതതല ടൂർണമെന്റിൽ കളിക്കുമ്പോൾ വിജയിക്കാൻ നിങ്ങൾക്ക് വ്യക്തമായ മാനസികാവസ്ഥയും ആഴത്തിലുള്ള തന്ത്രപരമായ ധാരണയും ആവശ്യമാണ്. എന്നാൽ ഇന്ന് മുംബൈ ഇന്ത്യൻസിനുള്ളിൽ ഈ രണ്ട് അടിസ്ഥാന കാര്യങ്ങളുടെയും കടുത്ത ക്ഷാമമാണ് കണ്ടത്. ഈ വലിയ തോൽവിയുടെ പ്രാഥമിക കാരണത്തെ പോസ്റ്റ്മോർട്ടം ചെയ്തുകൊണ്ട് രോഹിത് നേരെ വിരൽ ചൂണ്ടിയത് ഹർദിക് പാണ്ഡ്യയുടെ നേതൃത്വത്തിലേക്കാണ്. ചെപ്പോക്ക് പോലൊരു സ്പിൻ അനുകൂല പിച്ചിൽ ടോസ് നേടി ആദ്യം ബാറ്റ് ചെയ്യാനുള്ള തീരുമാനം പൂർണ്ണമായും ശരി തന്നെയായിരുന്നെങ്കിലും നമ്മുടെ ബാറ്റ്സ്മാൻമാർ തങ്ങളുടെ വിക്കറ്റുകൾ വലിച്ചെറിഞ്ഞ ആ നിരുത്തരവാദിത്തമായ രീതി ക്രിക്കറ്റ് ലോകത്ത് ഒരു കുറ്റകൃത്യത്തിന് തുല്യമാണെന്ന് അദ്ദേഹം ആഞ്ഞടിച്ചു. ക്യാപ്റ്റൻ ഹർദിക് പാണ്ഡ്യയെ രൂക്ഷമായി വിമർശിച്ചുകൊണ്ട് രോഹിത് ചോദിച്ചത് ടീമിനെ നയിക്കേണ്ട നായകൻ തന്നെ 23 പന്തിൽ വെറും 18 റൺസ് നേടി ഗ്രൗണ്ടിൽ പതറുകയും ഏറ്റവും നിർണായകമായ സമയത്ത് ടീമിനെ പാതി വഴിയിൽ ഉപേക്ഷിച്ച് പവിലിയനിലേക്ക് മടങ്ങുകയും ചെയ്യുമ്പോൾ ഡ്രസ്സിംഗ് റൂമിലിരിക്കുന്ന മറ്റു യുവതാരങ്ങളിൽ നിന്നും പരിചയസമ്പന്നരിൽ നിന്നും നിങ്ങൾ എങ്ങനെ ഒരു അത്ഭുത പ്രകടനം പ്രതീക്ഷിക്കുന്നു എന്നാണ്. ഹർദിക്കിന്റെ ആ മന്ദഗതിയിലായ വിരസവും ദിശാബോധമില്ലാത്തതുമായ ബാറ്റിംഗ് മധ്യനിര ബാറ്റ്സ്മാൻമാരിൽ അനാവശ്യവും അസഹ്യനീയവുമായ മാനസിക സമ്മർദ്ദം സൃഷ്ടിച്ചുവെന്നും ക്രീസിൽ നിലയുറപ്പിച്ച ബാറ്റ്സ്മാൻമാർക്ക് പോലും അവരുടെ തഴവും ഏകാഗ്രതയും നഷ്ടപ്പെട്ട് തെറ്റായ ഷോട്ടുകൾ കളിച്ച് വിക്കറ്റ് കളയാൻ അത് കാരണമായെന്നും രോഹിത് ആഴത്തിൽ വിശകലനം ചെയ്തു. പരാജയത്തിന്റെ മുറിവുകളിൽ ഉപ്പേരിയിഞ്ഞുകൊണ്ട് രോഹിത് രണ്ടാമത്തെ കൈപ്പേറിയ കാരണം വെളിപ്പെടുത്തി: തന്ത്രപരമായ തീരുമാനങ്ങളിലെ പാളിച്ചകളും ടീമിനുള്ളിലെ ഏകോപനമില്ലായ്മയും. രോഹിത്തിന്റെ അഭിപ്രായത്തിൽ നിങ്ങളുടെ പക്കൽ ജസ്പ്രീത് ബുംറയെ പോലെ ലോകോത്തര മാരക ബൌളർ ഉള്ളപ്പോൾ കൃത്യസമയത്ത് അയാളെ ഉപയോഗിച്ച് എതിർ ടീമിലെ ബാറ്റ്സ്മാൻമാരിൽ സമ്മർദ്ദം ചെലുത്തുക എന്നത് ഏതൊരു ക്യാപ്റ്റന്റെയും ഏറ്റവും അടിസ്ഥാനപരമായ ഉത്തരവാദിത്തമാണ്. എന്നാൽ ഇന്ന് വാങ്കഡെ, ചെപ്പോക്ക് തുടങ്ങിയ മൈതാനങ്ങളിൽ ബൌളിംഗിൽ വരുത്തിയ യുക്തിരഹിതവും ചിന്താശൂന്യവുമായ മാറ്റങ്ങളും സ്പിന്നർമാരെ ആക്രമണത്തിന് നിയോഗിച്ച തെറ്റായ സമയവും തികച്ചും അവിശ്വസനീയവും പ്രൊഫഷണൽ തന്ത്രങ്ങൾക്ക് നിരക്കാത്തതുമായിരുന്നു. രോഹിത് അവിടെ നിർത്തില്ല. ക്യാപ്റ്റൻസിയെ ചോദ്യം ചെയ്തുകൊണ്ട് അദ്ദേഹം പറഞ്ഞു, ഒരു ക്യാപ്റ്റന്റെ യഥാർത്ഥ ജോലി ടോസിനായി നാണയമെറിയുകയോ ടീം ഷീറ്റിൽ ഒപ്പിടുകയോ മാത്രമല്ല, ഗ്രൗണ്ടിലെ കടുത്ത ചൂടിലും സമ്മർദ്ദ നിമിഷങ്ങളിലും ടീമിനെ ഒറ്റക്കെട്ടായി നിലനിർത്തുകയും മുന്നിൽ നിന്ന് നയിക്കുകയും ചെയ്യുകയാണ്. എന്നാൽ ഇന്നത്തെ നേതൃത്വം എല്ലാ അർത്ഥത്തിലും പൂർണ്ണ പരാജയമായിരുന്നു. ഹർദിക് പാണ്ഡ്യയുടെ ക്യാപ്റ്റൻസിയിൽ ഒരിക്കൽ ഈ ടീമിനെ 5 തവണ IPL ചാമ്പ്യന്മാരാക്കി ലോകത്തിലെ ഏറ്റവും മികച്ച T20 ഫ്രാഞ്ചൈസിയായി മാറ്റിയ ആ മൂർച്ചയും അചഞ്ചലമായ മനോഭാവവും ആ പഴയ മുംബൈ ഇന്ത്യൻസ് വിഷനും ഇപ്പോൾ പൂർണ്ണമായും അപ്രതീക്ഷമായിരിക്കുന്നു എന്നതായിരുന്നു രോഹിത്തിന്റെ വ്യക്തമായ സൂചന. തുടർന്ന് മുംബൈയുടെ ഈ ചരിത്രാത്മകമായ തകർച്ചയുടെ മൂന്നാമത്തെയും ഏറ്റവും ഹൃദയഭേദകമായ കാരണം രോഹിത് പരസ്യമാക്കി: ടീമിലെ അച്ചടക്കമില്ലായ്മയും മാനസിക കരുത്തിന്റെ അഭാവവും. പഴയ ആ തീപ്പൊരിയോ വാശിയോ വിജയത്തോടുള്ള അടങ്ങാത്ത ദാഹമോ ഇന്നലെ മൈതാനത്തെവിടെയും കണ്ടില്ല എന്ന് അദ്ദേഹം ക്ഷോഭത്തോടെ പറഞ്ഞു. 5 തവണ ചാമ്പ്യന്മാരായ മുംബൈയുടെ യഥാർത്ഥ ഐഡന്റിറ്റി അതായിരുന്നു. എന്നാൽ ഇന്നും മുഴുവൻ ടീമും വളരെ പ്രതിരോധാത്മകവും ഭയന്നതുമായാണ് കാണപ്പെട്ടത്. ആദ്യ പന്ത് എറിയുന്നതിനു മുൻപ് തന്നെ നമ്മൾ മാനസികമായി തോൽവി സമ്മതിച്ചതുപോലെ തോന്നി. തൊണ്ടയിടറിക്കൊണ്ട് അറ്റയിട്ട
അങ്ങേയറ്റം വികാരഭരിതനായി രോഹിത് പറഞ്ഞു, മുംബൈ ഇന്ത്യൻസ് എനിക്കും ഈ മായാനഗരിക്കും 11 കളിക്കാരുള്ള ഒരു സാധാരണ ക്രിക്കറ്റ് ടീമല്ല, മറിച്ച് ദശാബ്ദങ്ങളായി ഞങ്ങൾ വിയർപ്പൊഴുക്കി വളർത്തിയെടുത്ത കഠിനാധ്വാനം കൊണ്ട് ലോകത്തിലെ ഏറ്റവും മികച്ച ടീമാക്കി മാറ്റിയ ഒരു വൈകാരിക കുടുംബമാണ്. എന്നാൽ ഇന്ന് വലിയ സങ്കടത്തോടെയും ഭാരപ്പെട്ട മനസ്സോടെയും എനിക്ക് പറയേണ്ടി വരുന്നു, ഗ്രൗണ്ടിൽ ആ കുടുംബം പൂർണ്ണമായും ചിന്നിച്ചിതറിയതായും ദിശാബോധമില്ലാത്തതായും എനിക്ക് അനുഭവപ്പെട്ടു. കളിക്കാരോരോരുത്തരും ഓരോ ദിശയിലേക്ക് ഓടുന്നതാണ് കണ്ടത്. പരസ്പരം ജീവൻ നൽകാൻ തയ്യാറാകുന്ന ആ പഴയ ഐക്യവും സാഹോദര്യവും ആരുടെ മുഖത്തും കണ്ടില്ല. ഇന്നത്തെ തോൽവി കേവലം ഒരു കളിയുടെ തോൽവിയല്ല എന്ന് രോഹിത് ടീം സംസ്കാരത്തിന്റെ പതനമായി വിശേഷിപ്പിച്ചു. രോഹിത് തന്റെ വാക്കുകൾ അവസാനിപ്പിച്ചത് ക്രിക്കറ്റ് ലോകത്തെയും BCCI ഇടനാഴികളെയും ഞെട്ടിച്ച ഒരു ചരിത്രാത്മക മുന്നറിയിപ്പോടെയാണ്. ഈ 7ാം തോൽവി കോടിക്കണക്കിന് ആരാധകരുടെ ഹൃദയം തകർക്കുകയും മാത്രമല്ല, IPL 2026-ൽ നിന്ന് നമ്മെ പുറത്താക്കുകയും ചെയ്തു എന്ന് അദ്ദേഹം അടിവരയിട്ട് പറഞ്ഞു. സംശയലേശമില്ലാതെ മുംബൈ ഇന്ത്യൻസിന്റെ സുവർണ ചരിത്രത്തിലെ ഏറ്റവും നാണം കെട്ട, വിളറിയ, നിരാശാജനകമായ സീസണായി ഇത് മാറിയിരിക്കുന്നു. ടീം മാനേജ്മെന്റിനും കളിക്കാർക്കും അന്തിമ മുന്നറിയിപ്പ് നൽകിക്കൊണ്ട് അദ്ദേഹം പറഞ്ഞു, ഇപ്പോഴെങ്കിലും നമ്മൾ നമ്മുടെ തെറ്റുകൾ തിരുത്തിയില്ലെങ്കിൽ പരസ്പരമുള്ള വടംവലിയിലും ഗ്രൂപ്പിസത്തിലും ആഭ്യന്തര രാഷ്ട്രീയത്തിലും ക്യാപ്റ്റൻസിയുടെ അഹങ്കാരത്തിലും കുടുങ്ങിക്കിടക്കുകയാണെങ്കിൽ ഈ മഹത്തായ ഫ്രാഞ്ചൈസിയുടെ പാരമ്പര്യവും ലോകമെമ്പാടുമുള്ള ബഹുമതിയും പഴയ നിലയിലേക്ക് തിരികെ കൊണ്ടുവരാൻ അസാധ്യമാകും. ഇത് കേവലം ഒരു കളിയുടെ വിശകലനമല്ലായിരുന്നു, മറിച്ച് മുംബൈ ഇന്ത്യൻസിന്റെ അസ്തിത്വം സംരക്ഷിക്കാനുള്ള അവസാനത്തെ നിലവിളിയായിരുന്നു. സുഹൃത്തുക്കളെ, രോഹിത് ശർമ്മയുടെ ഈ തീപ്പൊരി പ്രസ്താവനയോടെ ഒരു കാര്യം വ്യക്തമാണ്, മുംബൈ ഇന്ത്യൻസ് എന്ന മഹത്തായ ടീമിന്റെ ഈ നാണം കെട്ട പതനത്തിന്റെ തിരക്കഥ എഴുതിയത് ഹാർദിക് പാണ്ഡ്യയുടെ ദിശാബോധമില്ലാത്ത ക്യാപ്റ്റൻസിയും മൈതാനത്തെ തെറ്റായ തീരുമാനങ്ങളുമാണ്. വരുന്ന സീസണിലെങ്കിലും മുംബൈ ഇന്ത്യൻസ് മാനേജ്മെന്റ് തങ്ങളുടെ തെറ്റുകളിൽ നിന്ന് പാഠം ഉൾക്കൊണ്ട് ഈ തകർന്നുകൊണ്ടിരിക്കുന്ന കുടുംബത്തെ രക്ഷിക്കാൻ രോഹിത് ശർമ്മയെ വീണ്ടും ക്യാപ്റ്റനായി നിയമിക്കുമോ, അതോ ഈ ഈഗോ യുദ്ധം അവരെ കൂടുതൽ വലിയ പതനത്തിലേക്ക് നയിക്കുമോ എന്ന് കണ്ടറിയണം. പേരുകൾ വലുതായതുകൊണ്ട് മാത്രം കാര്യമില്ല, വിജയത്തിന് പഴയ അച്ചടക്കവും പരിചയസമ്പന്നനായ ഒരു നായകനും വേണമെന്ന് ഈ തോൽവി തെളിയിക്കുന്നു. നിങ്ങൾ എന്ത് ചിന്തിക്കുന്നു? മുങ്ങിക്കൊണ്ടിരിക്കുന്ന മുംബൈ ഇന്ത്യൻസിനെ രക്ഷിക്കാൻ രോഹിത് ശർമ്മയെ വീണ്ടും ക്യാപ്റ്റനാക്കുന്നത് മാത്രമാണോ പോംവഴി? നിങ്ങളുടെ വിലയേറിയതും സത്യസന്ധമായ അഭിപ്രായങ്ങൾ താഴെ കമന്റ് ബോക്സിൽ ഞങ്ങളുമായി പങ്കുവയ്ക്കുക. മുംബൈ ഇന്ത്യൻസ് ഈ ആഘാതത്തിൽ നിന്ന് കരകയറി അടുത്ത വർഷം അവരുടെ സ്വതസിദ്ധമായ ശൈലിയിൽ തിരിച്ചുവരുമെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? നിങ്ങളുടെ സപ്പോർട്ട് റീകോൾ രോഹിത് എന്ന് കമന്റ് ചെയ്ത് അറിയിക്കുക. അപ്പോൾ ഇതുപോലത്തെ കൂടുതൽ ക്രിക്കറ്റ് വാർത്തകൾക്കായി ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക.